ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു BP മോണിറ്ററാണ്, ബ്ലഡ് പ്രഷർ മോണിറ്ററാണ്. നിങ്ങൾക്കറിയായിരിക്കും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്കൊരു നല്ലൊരു ബ്ലഡ് പ്രഷർ മോണിറ്റർ കിട്ടാന്ന് പറഞ്ഞാൽ കുറച്ച് പാട് തന്നെയാണ്. നിങ്ങൾക്കറിയായിരിക്കും അത്യാവശ്യം നല്ല എന്താ പറയുക ടോപ്പ് നോച്ച് സാധനം എന്ന് പറയുന്നത് ഒമറോണിൻ്റെ ആണ്. അപ്പോൾ ഒമറോണിൻ്റെ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മിഡിൽ മോഡലെങ്കിലും വാങ്ങിക്കേണ്ടി വരും. 2000 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നതാണ്. അതിൻ്റെ താഴെയുള്ള മോഡലിൽ പോയാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ കുറയുന്നുണ്ട്. 1700 ഒക്കെ വേറെ മോഡലുണ്ട്, പക്ഷെ എന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഒരു 1000 ആ റേഞ്ചിലൊക്കെ ഒരു നല്ലൊരു ബ്ലഡ് പ്രഷർ മോണിറ്റർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്യുഷ്വറിന്റെ AS എന്ന് പറഞ്ഞ ഈ മോഡൽ നിങ്ങൾക്ക് നോക്കാട്ടോ. ഇത് അത്യാവശ്യം നല്ല ഡിജിറ്റൽ ആയിട്ടുള്ള 5 year വാറണ്ടി വരുന്ന അക്യുഷ്വർ എന്ന് പറയുന്ന ഇന്ത്യൻ ബ്രാൻഡാണ്. നമുക്ക് ഗ്ലൂക്കോമീറ്ററും അതുപോലെ തന്നെ ഇതുപോലത്തെ ഹെൽത്ത് ഡിവൈസ് സംഭവങ്ങളൊക്കെ ഇറക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. നമുക്ക് ഇതിൽ മോഷൻ ഡിറ്റക്ടർ വരുന്നുണ്ട്, 1 touch ഓപ്പറേഷൻ ആണ്, WHO ക്ലാസിഫിക്കേഷൻ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഡിറ്റക്ഷൻ വരുന്നുണ്ട്, എക്സ്ട്രാ ലാർജ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്, USB-C പോർട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ബാറ്ററി ഇല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ USB-C കേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെച്ച് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ MRP ഒക്കെ 1695 രൂപയ്ക്കാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഇത് ബൈയിങ് പ്രൈസ് ആമസോണിലൊക്കെ നമുക്ക് 1000 രൂപ, ചില സമയത്ത് 1000 താഴെ വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ബോക്സ് തന്നെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. 5 year വാറണ്ടി സെയിം തന്നെയാണ് രണ്ടും ഉണ്ടോ. അപ്പോൾ ഞാൻ ബോക്സ് പിന്നെ പ്രത്യേകം എടുത്ത് കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതിന്റെ സ്പെസിഫിക്കേഷൻ സംഭവം കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ബോക്സ് കാണുന്നുള്ളവർക്ക് നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് നോക്കാവുന്ന ഇതാണ് ബോക്സ് കേട്ടോ. സെയിം ആണ്, ഈ രണ്ട് സൈഡിലും സെയിം തന്നെയാണ്, കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ വാറണ്ടിയുടെ ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ടോ. 5 year വാറണ്ടി, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ബുക്ക്ലെറ്റ്സും വാറണ്ടി കാർഡൊക്കെ ആയിട്ടൊരു സാധനം കിട്ടുന്നുണ്ട്. അതും പോരാണ്ട് നമുക്കൊരു ബാഗാണ് കിട്ടുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതാ പിന്നെ ഇങ്ങനെ ഒരു ബാഗാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിയിട്ട് 2 ദിവസം കൊണ്ട് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പൗച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ പൊടിയൊന്നും പിടിക്കാണ്ടിരിക്കാൻ നല്ലൊരു സംഭവം തന്നെ. ഇത് അത്യാവശ്യമായിട്ടൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഒമറോണിൽ പോലെ അവരിങ്ങനെ ബാഗും സംഭവം തരുന്നില്ല. നമുക്കൊരു യൂസർ മാനുവലും തരുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അതുപോലെ തന്നെ നമുക്കൊരു വാറണ്ടി കാർഡ് ഉണ്ട്, വാറണ്ടി കാർഡ് നമുക്ക് ഇതിനോട് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഐറ്റംസ് ആണ് നമുക്ക്. പിന്നെ ആ സാധനമൊക്കെ കവറിലൊക്കെ ആയിരുന്നു, അതിൻ്റെ കവറായി വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ദിവസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതാണ് സാധനം. ഇതിൻ്റെ ആ ഡിവൈസ് അത്യാവശ്യം നല്ല കോമ്പാക്ട് എന്ന് തന്നെ പറയേണ്ട ഒരു കേട്ടോ. ഞാൻ അതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ ആക്ച്വലി ഡോക്ടർ ട്രസ്റ്റിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു പണ്ട്. പിന്നെ ഒമറോണിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു, ബ്രിസ്റ്റിൽ വെക്കുന്ന ടൈപ്പ് BP മോണിറ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടൈപ്പ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിവൈസ് വരുന്നത് കേട്ടോ, അക്യുഷ്വറിൻ്റെ. ഇത് വൈറ്റ് കളറാണ്, ഇതിൻ്റെ ആക്ച്വലി ബ്ലാക്ക് കളറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് 3 സ്വിച്ചുകൾ വരുന്നുണ്ട്, മെമ്മറി, പവർ, പിന്നെ സെറ്റ് ചെയ്യാനുള്ളത് ടൈമും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും അതുപോലെ തന്നെ പൾസിൻ്റെയും ഇവിടെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എത്ര BP കൂടുതലാണ് സംഭവത്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ എയർ കയറ്റാനുള്ള സംഭവത്തിൻ്റെ ഡോട്ട് ഇവിടെയാണ്. അതുപോലെ തന്നെ സ്പീക്കർ ഇവിടെ ചെറിയൊരു സ്പീക്കർ ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് C പോർട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്കിതിൽ. നമുക്ക് ബോക്സിൽ ഇൻബിൽഡ് ആയിട്ട് 3-4 ബാറ്ററി, അൽക്കലൈൻ ബാറ്ററി നമുക്ക് കിട്ടുന്നുണ്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് C കേബിൾ വെച്ചിട്ടും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹാൻഡ് കഫും നല്ല ക്വാളിറ്റി സാധനമാണ് കേട്ടോ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും നല്ല ക്വാളിറ്റി ഹാൻഡ് കഫ്, അത്യാവശ്യം നല്ല ചെറുതുമാണ്. ഉണ്ടോ, ഇതാണ് ഹാൻഡ് കഫ് വരുന്നത്. നല്ല ചെറുതുമാണ്, നല്ല കോമ്പാക്റ്റുമാണ്. അപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഈ സാധനം കഫ് ചെയ്യാൻ പറ്റും. ചിലത് ഭയങ്കര ലെങ്തി ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ കഫ് ചെയ്ത് വരുമ്പോൾ ഈ സാധനം ഒടിഞ്ഞും മടഞ്ഞൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇൻഡിക്കേഷൻസ് കിട്ടാൻ പാടാണ്. ഇതിപ്പോൾ കറക്റ്റ് ആവില്ല. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ ഞാൻ അങ്ങനെ അടിച്ച് കാണിച്ചു തരാൻ കണ്ടത്. ഇതാണ് സംഭവം. അത് നേരെയല്ല, അത് കാരണം അത് എയർ കയറാത്ത. അപ്പോൾ ഞാൻ ഇങ്ങനെ വയ്ക്കാം. നേരെ ആണെങ്കിൽ കയറിലിടാം. അത് പിന്നെ നമ്മൾ അനങ്ങി കഴിഞ്ഞാൽ ഡിറ്റക്ട് ചെയ്യും, എറർ കോഡ് വരും. ഞാൻ നേരത്തെ നമ്മുടെ ഇത് കാണിച്ചപ്പോൾ പറഞ്ഞല്ലോ, നമുക്കിതിൽ മോഷൻ ഡിറ്റക്ഷൻ സെൻസർ അതിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എന്നെ ഞെക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്രയും ടൈറ്റ് ആക്കുന്നോ അത്രയും നമുക്ക് ഞെക്കൽ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ചിലവർക്ക് അത്രയും അങ്ങനെ അടിക്കില്ല. എനിക്കൊക്കെ ശരിക്കും ചിലപ്പോൾ ചില സമയത്ത് 170 വരാറുണ്ട്. 170 അടിച്ചിട്ടാണ് അവന്മാർ കുറച്ച് വരിക. അപ്പോൾ ഏറ്റവും കൂടുതൽ അടിക്കുമ്പോൾ ഈ സാധനം കുഴപ്പമെന്ന് വെച്ചാൽ ഈ സാധനം ടൈറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിൻ്റെ അറ്റത്തായിട്ടൊരു മെറ്റൽ സാധനം ഉണ്ട്. ആ സാധനമുള്ള കാരണം നല്ല വെയിൻ എടുക്കട്ടെ ചില സമയത്ത്. അപ്പോൾ ഈ സാധനം കറക്റ്റ് വെക്കാൻ മറക്കണ്ട.
ഇതിപ്പോൾ തെറ്റാണ്, എനിക്ക് ഇത്ര അധികം ഒന്നും ഇല്ല കേട്ടോ. അത് 144 105 നമ്മളിങ്ങനെ പിടിക്കാൻ പാടില്ലെന്നോ അത്. പിന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം പിടിച്ചു മാത്രമേ. അപ്പോൾ എൻ്റെ നോർമൽ എനിക്ക് ശരിക്കും ചെറുതായിട്ട് BP ഉണ്ട്. ഇപ്പോൾ പാരമ്പര്യമാണ് ചെറുതായിട്ടൊക്കെ. നമ്മൾ കുറച്ച് കാലം ഗുളിക കഴിച്ചാൽ പിന്നെ നിർത്തി ഇനിയിപ്പോൾ ആദ്യം കഴിക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ അതിന് മുമ്പിലത്തെ മെമ്മറി കാണിച്ചു തരാം. ഇത് അമ്മയുടെ ആയിരുന്നു. അമ്മയുടെ അടുത്ത് അമ്മയുടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഗുളിക കഴിക്കുന്നത് കറക്റ്റാണ്. ഇതാണ് എൻ്റെ വരുന്നത്. ഇതാണ് എൻ്റെ നോർമൽ എന്ന് പറയാൻ പറ്റില്ല. അതെൻ്റെ ഈ വരാനുണ്ട്, ഈ യെല്ലോയിലേക്ക് വന്നിങ്ങനെ ശരിക്കും ഗ്രീനിലേക്കാണ് വരേണ്ടത്. അപ്പോൾ ആദ്യം അവർ പറഞ്ഞ എക്സസൈസും സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ എന്തായാലും കുറയുന്നില്ലെങ്കിൽ മിക്കതും ജനറ്റിക് പരിപാടി ആയിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ട്, അപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഈ സാധനം ഇപ്പം ഞാൻ കാണിച്ചിരുന്നില്ലേ, ഇപ്പൊ ഞാൻ ആക്ച്വലി എൻ്റെ നമ്മുടെ ഈ വാച്ചിലും സാംസങ്ങിന്റെ വാച്ചിലും ഇപ്പൊ BP മോണിറ്ററിംഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഓണാക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ആക്ച്വലി ഇത് കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഇത് കാലിബ്രേറ്റ് ചെയ്യണം, ആ ഡിവൈസ് വെച്ചിട്ട് ചെയ്യണം, അല്ലാണ്ട് പറ്റില്ല. ഞാനത് ഓഫ് ചെയ്യട്ടെ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ എടുത്തുകൊണ്ടിരിക്കുക അനങ്ങാണ്ടിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് കിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കിത് സംസാരിക്കാണ്ടിരിക്കാനും അതുപോലെ അനങ്ങാണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ വെറുതെ അല്ലെങ്കിൽ ടൈം പോയിക്കൊണ്ടിരിക്കില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഓൾമോസ്റ്റ് ഒരു ഇക്വലായിട്ട് തന്നെ വരുള്ളൂ. നമുക്കത് എൻ്റെ സാംസങ് ഡിവൈസിലേക്ക് സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ മാത്രം നമുക്ക് ഈ വാച്ച് കൊണ്ട് പറ്റുള്ളൂ. അത് വേറെ കാര്യം. അപ്പം എനിക്ക് വന്നിട്ടുണ്ട്, ഇത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 154 പോയോ, 154 ഈ വാച്ച് അത്യാവശ്യം കറക്റ്റായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സാധനം നമ്മുടെ എൻ്റെ ഇത് വെസ്റ്റ് ഉണ്ട്, ഇതാണ് എൻ്റെ സെക്കൻഡറി ഫോണാണ്. അപ്പൊ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തെങ്കിലും നോക്കി നോക്കാം. അവിടെ കണ്ടോ, സാംസങ് ഹെൽത്ത് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. ഈ വാച്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേറെ ഡിവൈസ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഈ സാധനം കിട്ടില്ല കേട്ടോ. അത് സാംസങ് ഡിവൈസ് ആണെങ്കിൽ മാത്രമാണ് ECGയും അതുപോലെ തന്നെ BP മോണിറ്ററും വർക്ക് ചെയ്യുള്ളൂ. അത് നിങ്ങൾ നോക്കാൻ മറക്കണ്ട. അപ്പൊ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു നല്ല ഹൈ ക്വാളിറ്റി ഒരു എന്താ പറയുക BP മോട്ടർ നോക്കുന്നുണ്ടെങ്കിൽ അക്യൂഷ്യർ നോക്കിയാൽ മതി. വേറെ ബ്രാൻഡുകൾ ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആക്ച്വലി കുറവെണ്ണം നോക്കിയിട്ടാണ് ഈ സാധനത്തിലേക്ക് വന്ന് നിന്ന് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഈ റേഞ്ചിൽ കുറവാണ്, ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രം പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ പുതിയ ചാനൽ GHH പോലെ കാണുന്നവർ പോയി കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ. എല്ലാത്തിനും ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനൽ കാണാത്തവർ പോയി കണ്ടുവെക്കുക. നമ്മളതിൽ ലിങ്കുകൾ സംഭവങ്ങളൊക്കെ ഇടുന്നുണ്ട്, ഫൈനാൻഷ്യൽ സംഭവത്തിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ്, ലോൺസുകൾ. അപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഈസിയായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.